കാസർഗോഡ് വെള്ളൂർ സ്വദേശി ഗംഗാധരനാണ് ഇടിമിന്നലേറ്റ് മരിച്ചത്. ഇന്നലെ രാത്രി വീട്ടിൽ വെച്ചായിരുന്നു അപകടം. മത്സ്യത്തൊഴിലാളിയായ കൊച്ചി പുതുവൈപ്പിൻ സ്വദേശി ദിലീപ് വലയിടാൻ പോയപ്പോൾ വെള്ളക്കെട്ടിൽ വീണു മരിച്ചു. തൃശൂർ വെള്ളറക്കാട് പാടത്തിന് നടുവിലെ തോട്ടിൽ വീണ് എടപ്പാൾ സ്വദേശി അക്ഷയ് മരിച്ചു. കൂട്ടുകാരനൊപ്പം കുളിക്കുന്നതിനിടെയാണ് അപകടം. ശക്തമായ മഴയിൽ തിരുവനന്തപുരം കണ്ണേറ്റുമുക്ക് സ്വദേശി ഗിരിജകുമാരിയുടെ വീട് തകർന്നു. രാത്രി 12 മണിക്ക് ഒരു ചെറിയൊരു സൗണ്ട് കേട്ടു. ആദ്യം അപ്പം ഞാൻ ചാടി വീണ് എണീറ്റ് അപ്പുറത്തെ റൂമിൽ പോയി എന്താണെന്ന് നോക്കിയപ്പോൾ അവിടെ ചെറിയ രീതിയിൽ ഓട് പൊട്ടി വീണുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് ഇവിടെ വന്ന് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇവിടെ വന്ന് നിന്നപ്പോൾ കാണാം ഞാൻ കിടന്ന റൂമിൽ ബെഡിൽ ഫാനും അതും ഇതും എല്ലാം കൂടെ തകർന്നായിരുന്നു. റാന്നി കോഴഞ്ചേരി റോഡിൽ പുതുമൺ പാലത്തിന് സമാന്തരമായി നിർമ്മിച്ച പാതയിൽ വെള്ളം കയറി. കുമ്പഴ തിരുവല്ല റോഡിൽ പുല്ലാട് ഭാഗത്തും വെള്ളക്കെട്ടുണ്ടായി. പത്തനംതിട്ട തുമ്പമൺമുട്ടത്ത് കിണർ ഇടിഞ്ഞു താണു. ജലനിരപ്പ് ഉയർന്നതിനാൽ പെരിയാർ മുതിരപ്പുഴയാർ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ഇടുക്കി ജില്ലാ ഭരണകൂടം അറിയിച്ചു. ആലപ്പുഴയിൽ മഴയുടെ ശക്തി കുറഞ്ഞതോടെ പാടശേഖരങ്ങളിൽ നിന്ന് ജലം പുറത്തേക്ക് പമ്പ് ചെയ്യുകയാണ്. വീടുകളിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങി. പമ്പയിലെയും അച്ചൻകോവിലാറ്റിലെയും ഒക്കെ വെള്ളം വേഗത്തിൽ അറബിക്കടലിലേക്ക് ഒഴുക്കിക്കളയാൻ വേണ്ടിയാണ് തോട്ടപ്പള്ളി പൊഴി മുറിക്കുന്നത്. പ്രളയ പ്രതിരോധത്തിന്റെ ഭാഗമായി തോട്ടപ്പള്ളി പൊഴിമുറിക്കൽ ആരംഭിച്ചു. ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്.